കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ട്രോബെറി ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ നമ്മൾ സാധാരണ തയ്യാറാക്കിയെടുക്കുന്ന ഐസ്ക്രീം റെസിപ്പിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സ്പെഷ്യൽ മിക്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാവുന്ന റെസിപ്പിയാണ്. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഒരു പാൻ വെച്ച് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് ഒരു 10 കശുവണ്ടി പരിപ്പും ഒരു 10 ബദാം പരിപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബദാം പരിപ്പ് ചേർക്കുന്ന സമയത്ത് ഇതൊന്ന് വെള്ളത്തിൽ കുതിർത്തി അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 10 വെച്ചിട്ട് എടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് വളരെ കുറഞ്ഞ സെക്കൻഡ്സ് മാത്രം റോസ്റ്റ് ചെയ്താൽ മതി. അതായത് ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടാൻ മാത്രം മതി. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്കൊന്ന് മാറ്റി വെക്കാം. ഒന്നങ്ങ് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ടേക്ക് നട്ട്സ് ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അത്യാവശ്യം നല്ല ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിനകത്തോട്ടേക്ക് 1/4 കപ്പ് പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. പാൽപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങ് കറക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. അതായത് ഈ പാൽപ്പൊടിയും നട്ട്സും കൂടിയുള്ള ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇതാണ് ഈ ഐസ്ക്രീമിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ക്രീം വിപ്പ് ചെയ്തെടുക്കുന്നതിനായിട്ട് ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡ് അതല്ലെങ്കിൽ വിസ്ക ഉപയോഗിക്കുന്നെങ്കിൽ വിസ്കും ഫ്രീസറിനകത്തോ അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്തോ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കണം. ഫ്രീസറിനകത്ത് ഒരു അരമണിക്കൂറൊക്കെ വെച്ച് തണുപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് ഒരു പാക്കറ്റ് വിപ്പിംഗ് ക്രീം പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീം ആണെങ്കിൽ 1 കപ്പ് ക്രീം വെച്ച് നിങ്ങൾക്ക് ഒരു റെസിപ്പി ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്രീം ഡിലൈറ്റിൻ്റെ വിപ്പിംഗ് ക്രീം പൗഡറാണ് കേട്ടോ. നാട്ടിലൊക്കെയാണ് ക്രസ്റ്റ് ആൻഡ് ക്രംബിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അതുപോലെ ഞാൻ പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ഇതിനകത്തുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് 125 ml നല്ല തണുത്ത പാലാണ് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നല്ലതുപോലെ വിപ്പ് ചെയ്തെടുക്കണം. ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെയാണ് ഞാൻ വിപ്പ് ചെയ്തെടുക്കുന്നത്. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല ഒരു സോഫ്റ്റ് പീക്സ് ആകുന്ന ഭാഗത്തിന് കണ്ടില്ലേ, അത്യാവശ്യം നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സോഫ്റ്റ് പീക്സ് ആകുന്ന ആ ഒരു ടൈം ആകുമ്പോഴാണ് നമ്മൾ ഇതിനകത്തോട്ടേക്ക് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും നമ്മൾ പൊടിച്ച നട്ട്സും എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മധുരത്തിന് എപ്പോഴും ഐസ്ക്രീമിന് ടേസ്റ്റ് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡ് തന്നെയാണ്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണിനടുത്ത് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മൾ സ്ട്രോബെറി പൾപ്പ് ഉപയോഗിക്കുന്നില്ല, സ്ട്രോബെറിയുടെ എസൻസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുപോലെ 2-3 ഡ്രോപ്പ് ചേർക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു കളറും കിട്ടും, ആ ഒരു നല്ല ഫ്ലേവറും കിട്ടും. അപ്പോൾ സ്ട്രോബെറി പൾപ്പൊന്നും വെച്ചിട്ട് ആകുമ്പോൾ കുറച്ചുകൂടി സമയം എടുത്ത് ചെയ്യണം. ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മൾ നട്ട്സിൻ്റെ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പൊടിച്ച ആ മിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കണം. ഇനി ഇത് നല്ല സ്റ്റിഫ് പീക്സ് ആകുന്ന രീതിയിൽ നമ്മൾ സാധാരണ കേക്ക്സിനൊക്കെ വേണ്ടി ചെയ്യുമ്പോൾ വിപ്പ് ചെയ്യുമല്ലോ, ആ ഒരു പാകത്തിനൊന്ന് വിപ്പ് ചെയ്തെടുക്കണം. എസൻസ് ചേർത്തിട്ട് അല്ലാതെ നിങ്ങൾക്ക് പൾപ്പ് വെച്ച് ചെയ്യണമെന്നാണെങ്കിൽ സ്ട്രോബെറിയുടെ ക്രഷ് തയ്യാറാക്കി എടുത്തിട്ട് ഇതിനകത്തോട്ടേക്ക് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് കാണിച്ചു തന്നേ ഉള്ളൂ. ഇത് നല്ലതുപോലെ നല്ല സ്റ്റിഫ് പീക്സ് ആകുന്ന രീതിയിൽ നമ്മളൊന്ന് വിപ്പ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഐസ്ക്രീം സെറ്റ് ചെയ്തെടുക്കുന്നതിനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഐസ്ക്രീമിൻ്റെ തന്നെ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതില്ലെങ്കിൽ ബേക്കിംഗ് ട്രേ അകത്തോട്ടൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രത്തിനകത്ത് വെച്ചിട്ട് വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഐസ്ക്രീം മുഴുവനായിട്ട് ഞാൻ ഇതിനകത്തോട്ടേക്ക് ചേർക്കുന്നുണ്ട്. മുഴുവൻ ചേർത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തറയിൽ വെച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. തറയിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ലെവൽ ചെയ്തിട്ടും ആ എയർ ബബിൾസ് ഒക്കെ പോയി നല്ല രീതിയിലൊന്ന് റെഡിയായി കിട്ടും. ഇനി നമ്മൾ മുഴുവൻ ഒന്ന് ലെവൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ എന്തായാലും ഇതിനൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ക്ലിങ് ഫിലിം വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. ക്ലിങ് ഫിലിം തന്നെ വേണമെന്നൊന്നുമില്ല, അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യാം. അതല്ലെങ്കിൽ ജസ്റ്റ് പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ചെറിയ ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കവർ ചെയ്യുന്നതാണ് ഒന്നുകൂടി നല്ലത്. നമ്മൾ ഏതെങ്കിലും ഒന്ന് അടപ്പ് വെച്ച് അടക്കുന്നതിനേക്കാളും ഇങ്ങനെയുള്ള ഷീറ്റ് വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഫ്രീസറിനകത്തോട്ടേക്ക് വെച്ചിട്ട് ഒരു 6-7 മണിക്കൂർ വെച്ചതിന് ശേഷമുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒരു 6-7 മണിക്കൂറിന് ശേഷമുള്ളതാണ് കേട്ടോ. നമ്മുടെ ഐസ്ക്രീം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആ ഒരു പാത്രത്തിനകത്ത് വെച്ചിട്ടുള്ളതും അതുപോലെ ബേക്കിംഗ് ട്രേ അകത്ത് വെച്ചിട്ടുള്ള രണ്ടും നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ക്ലിങ് ഫിലിമൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഒരു സ്കൂപ്പ് ഐസ്ക്രീം നമുക്ക് ഇതിനകത്ത് നിന്ന് മാറ്റാം. ശരിക്കും നമ്മൾ ആ ഒരു നട്ട്സും പാൽപ്പൊടിയും ചേർത്ത് ചെയ്യുന്ന ഒരു മിക്സ് ഉണ്ടല്ലോ, ഈ ഒരു ഐസ്ക്രീമിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും നമ്മൾ ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്രയധികം ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷ് ആയി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.